ഇന്നത്തെ 6 മണിക്കുള്ള നമ്മളുടെ പ്രഭാതം ഞാൻ എപ്പോഴും പറയുന്നതിൽ നിന്നും അതിമനോഹരമായിട്ടുള്ള പ്രഭാതമാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമ്മൾ തുണികളിൽ ഡൈ ചെയ്യത്തില്ലേ, ആ ഡൈ ചെയ്യുന്ന ഒരു ഡിസൈനാണ് ആകാശത്തിൽ മേഘങ്ങൾക്കിടയിൽ ഞാൻ കാണുന്നത്. എവിടെയോ ദേ ഒരു പ്രകാശം കാണുന്നുണ്ട്. ശരിക്കും ആ മേഘം ഒന്ന് മാറിക്കൊടുത്താൽ മുന്നോട്ടേക്ക് വരുന്നൊരു പ്രകാശമാണ്. കണ്ട, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ശരിക്കും ഇങ്ങനെ ആസ്വദിച്ചാൽ മതി വരത്തില്ല. ഇതല്ലേ സുൽത്താൻ എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇനി റിസ്വാനും ഗിവ് അവേ ഒക്കെ വന്നില്ല. റിസ്വാൻ ഓൾറെഡി വന്നു. എന്റെ ആദ്യം അപ്രൂവൽ പക്ഷെ അത് വന്നില്ല. അപ്പം കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിഹൈൻഡ് ദ സീൻ. അപ്പൊ ഇതാണ് നമ്മുടെ അന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ കൊറേ പേര് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കുള്ളത് തന്നെ, അവർക്കൊന്നും ഷിപ്പിംഗ് ഇതുവരായിട്ടില്ലെന്ന്. അപ്പൊ ഇത് സമയമെടുക്കും ഷിപ്പിംഗ് ആവാൻ വേണ്ടിട്ടൊക്കെ. മൂർച്ചയില്ല കേട്ടോ. ഇതുള്ള കളർ തന്നെ. ഓർഡർ ചെയ്തോ നിങ്ങള്? ഞാനാ കൊള്ളാം കേട്ടോ. ഇതാണ് ടീഷർട്ട്. ഒക്ടോബർ ഫെസ്റ്റ് സ്റ്റിക്കറൊന്നും ഇല്ല ഇപ്രാവശ്യം. സ്റ്റിക്കേഴ്സ് ഇപ്രാവശ്യം കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇത്രയില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചു കുട്ടികളെ മാതിരി സ്റ്റിക്കറൊക്കെ എന്തിനാണ്? ഇത് കൊച്ചുകുട്ടികളൊന്നും അല്ല, ഇതുണ്ടാക്കാം ഓരോ കമ്പനിയുടെ സ്റ്റിക്കേഴ്സ്. ഇന്റല് അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളിപ്പോ കോഡർ ഒക്കെ ആണെങ്കിൽ കോഡിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ലാപ്ടോപ്പിൽ. അതിരിക്കട്ടെ, നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന ബനിയൻ കോഡർ ആണല്ലോ. ഇതേപോലെ ടീഷർട്ട് ഇപ്പൊ ഇത് വന്നില്ലേ, അതേപോലെ. അതായത് സുൽത്താൻ ഇടുന്ന ബനിയനുകള് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമുക്കാലും സുൽത്താൻ നമ്മൾ എത്ര വാങ്ങിച്ചു കൊടുത്താലും അതൊന്നും ഇടത്തില്ല. അവൻ ഇടുന്നത് അമൃതപുരിയുടേത്, പിന്നെ ഈ കോഡർ, ഇതുപോലെയൊക്കെയുള്ള ബനിയനായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അല്ലല്ല, ഇത്രയും വേണം. ആ ഷർട്ടാണെങ്കിൽ നിസാർക്കയുടെ ഷർട്ടാണ് എടുത്തിട്ട് പോകുന്നത്. ഒരു സാധനം മാത്രമേ ഉള്ളൂ പറയാൻ പറ്റില്ല. അണ്ടർവെയർ. അപ്പൊ ഇവിടെ കറണ്ട് പോയി. ഇനി ഈ ബനിയൻ ഒന്ന് കഴുകിയ ശേഷം നമ്മുടെ റിച്ച് ഇടുന്നതാണ്. അതൊന്ന് അങ്ങനെ വെക്കും. നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ. ആ ഒരു കളർ 2020. അപ്പോ ഇപ്പൊ നമ്മളുടെ സൈറ്റിലേക്കൊന്ന് പോവാണ്. അവിടെ പണിക്കാർ നിൽക്കാണ്. ഇറങ്ങിയ നല്ല രസമുണ്ടല്ലേ. ചെടിയിൽ ഇങ്ങനെ നിറച്ച് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. സുൽത്താൻ എന്നും എൻ്റെ അടുത്ത് ഈ പച്ചമുളക് പറിക്കാൻ പറയും. അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങുന്ന സമയമായിരിക്കും അവൻ പറയണതേ, ഈ ഒരു പച്ചമുളകേ ഉള്ളു ഇതിൽ. അത് പക്ഷേ ഇപ്പോൾ പഴുത്ത്. ഇപ്പം കുറവ് 12. ഇപ്പൊ നമ്മള് സൈറ്റിൽ നിന്ന് നേരെ പുറത്തേക്ക് പോവാണ്. പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽമാൻ എന്തോ ആവശ്യമുണ്ട്, കൂടെ പോണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് ഞങ്ങളെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. അവിടെ സൈറ്റിൽ നിൽക്കേണ്ട ആവശ്യമുള്ളത് സമയം. നമുക്കെന്തെങ്കിലും അത്യാവശ്യം ഉള്ളപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്രേക്ക് കാണാമല്ലോ. ഇങ്ങനെയൊക്കെ ബ്രേക്ക് അല്ല, ടൈമിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ആളിപ്പോ എന്നെ വിളിച്ചിരുന്നു. അയാളിപ്പം അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് എനിക്കാണെങ്കിൽ ഡ്രസ് എടുക്കാനായിട്ട് പോവാമാണ്. കാരണം കൊറേ നാളായി ഡ്രസ് എടുത്തിട്ട്. അത് വേറെ കൊണ്ടല്ല, ഇനിയിപ്പോ എനിക്ക് 1-2 പരിപാടികളുണ്ട്. അപ്പൊ എനിക്ക് പുതിയ ഡ്രസ് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് പോണം. കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ടല്ലോ പോണം. ഡ്രസ് എടുക്കാൻ ഞാൻ പോണില്ല, എനിക്കൊന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഡ്രസ് എടുക്കാൻ. അല്ലെങ്കിൽ നീ എന്തിനാ? എനിക്ക് ഡ്രസ് എടുക്കാൻ സൽമാന്റെ ആവശ്യം എന്തായാലും കൊണ്ടുപോണ്ടേ? ഡ്രൈവർ മാത്രം മതി. അതിന് ഞങ്ങള് രണ്ടുപേരും കൂടി പൊയ്ക്കോളാം. റോഡിൽ
തിരക്കിനൊന്നും കുറവൊന്നുമില്ല. ഇപ്പൊ എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. ഇനി കൂടാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് കുറവായിട്ടാണ് വരുന്നത്, പക്ഷെ അത് കൂടാതിരുന്നാൽ ഭാഗ്യം. പിന്നെ എല്ലാവർക്കും ഇപ്പൊ വാക്സിൻ വരുന്നുണ്ടെന്നുള്ളൊരു ധൈര്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ അസുഖത്തിന് ധൈര്യമാണെന്ന് തോന്നുന്നു മെയിൻ ഫാക്ട്. ചിലപ്പോ നമുക്കൊക്കെ വന്നു പോയിട്ടുണ്ടാവാം, ആർക്കറിയാം. സലു, എങ്ങോട്ട് നീ പോണത്? ഇത് കുറവാണ്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നോക്കിട്ട് പോകാൻ. സംഭവം വേറൊന്നുമല്ല, എനിക്ക് അരമണിക്കൂറിനാ അതൊക്കെ എത്താം. എനിക്കിപ്പോ കുറെ ദിവസം ഞാൻ തിരക്കായിരുന്നു. അപ്പൊ ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും വണ്ടിയൊക്കെ ഒന്ന് യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ഒക്കെ ഷെയർ ചെയ്യാവുന്നൊരു പ്ലാൻ. അപ്പൊ ഇവിടെ ഒരു വണ്ടിയാ നോക്കി വെച്ചിട്ടുണ്ട്. പറച്ചിലിട്ട് കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിച്ചത് നോക്കാം. നമുക്ക് എല്ലാ ഓപ്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം. എന്ത് വണ്ടി എടുപ്പായാലും വീട് പണിയൊക്കെ നടന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, അപ്പോഴത്തേക്ക് ഒരു തീരുമാനം എത്തല്ലോ നമുക്ക് ഏത് വണ്ടി വേണോന്നൊക്കെ. സമി, വീട് ഒക്കെ ആയി വരുമ്പോഴേ 2 സീറ്റുള്ള വണ്ടിയെ വേണ്ടി വരൂ. ഹലോ, ഇപ്പം സമി ഞാൻ പറഞ്ഞില്ലേ, ടൈലിന്റെ ആള് അവിടെ ടൈലും കൊണ്ട് വന്ന് അവിടെ ഞാൻ ആരെങ്കിലും അറേഞ്ച് ചെയ്യണം. ഇത് ഈ തിരക്കിന്റെ ഇടയിലാണ് ഇവൻ വിളിച്ചോണ്ട് പോണേ എന്നെ. അത് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴേക്കും 100 ആവശ്യങ്ങൾ വേറെ കാണും. ഏതടേ ഹാരി ഫോർഡ്. ഫോർഡിന്റെ ഇവിടെയാണോ? Endeavour നോക്കാനായിരുന്നു. സൈക്കിൾ കാരിയർ. പക്ഷെ ഇതിന് ഏതൊക്കെയോ മോഡലിന് ഇതില്ലെന്ന് പറയാനായിട്ട് MVD സമ്മതിക്കില്ല. സൈക്കിൾ ഇങ്ങനെ കാരിയർ തന്നെ. ടോട്ടൽ 3 കളേഴ്സ് ഉണ്ട്. ഒന്ന് ഇത് ഡയമണ്ട് വൈറ്റ് എന്ന് പറയും, പിന്നെ അബ്സല്യൂട്ട് ബ്ലാക്ക് എന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, പിന്നെ മൂന്നാമത് ഡിഫ്യൂസിംഗ്. ഇത് BS6 അല്ലേ? BS6 ആണ്. നമുക്ക് 2 ലിറ്റർ എഞ്ചിനാണ് ഇപ്പോൾ വരുന്നത്. 176 PS പവർ. ഇത് പക്ഷേ മറ്റേ നമ്മൾ ലാസ്റ്റ് ട്രൈ ചെയ്ത ഹാരിയർ പോലെ അല്ല, ഇത് കുറച്ചുകൂടെ സൈസാണ്. ഇതൊരു പ്രീമിയം SUV ആണ്. നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള കയറണമെങ്കിൽ പടിയും വേണം, ഇവിടെ പിടിക്കാൻ വേണം. അത്രത്തോളം സുഖമായിരിക്കും ഡ്രൈവിങ്. നല്ല റോഡ് സൈറ്റ് അറിയാം, ഫ്രണ്ട് എങ്ങനെ, പിന്നെ ഫ്രണ്ട് കാണുമ്പോ അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള വണ്ടി തന്നെ ഡ്രൈവ് ചെയ്യാൻ എന്തൊരു സുഖമായിരിക്കും. 7 സീറ്റർ ആണ്, ബാക്കിൽ എക്സ്ട്രാ റോ ഉണ്ട്. ഇത് കറക്റ്റ് നമ്മളെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ സീറ്റും ഒക്കുപ്പൈ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട്. അടിപൊളി വണ്ടിയാണിത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസാണ് കേട്ടോ. ഓടിക്കാൻ നല്ല സുഖമായിരിക്കും. അതെ അതെ, നല്ല ഇരിക്കാൻ സീറ്റിംഗ് അടിപൊളി കേട്ടോ. നമ്മൾ മറ്റേ ചെറിയ വണ്ടിയിലൊക്കെ ഇരുന്നോണ്ടായിരിക്കാം ഒരു പ്രത്യേക ഫീല് തോന്നുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ. ടോട്ടൽ 4 വേരിയൻസ് ഉണ്ട്. ടൈറ്റേനിയം എന്ന് പറയുന്ന വേരിയന്റ് ഉണ്ട്. ടൈറ്റേനിയം എന്ന് പറയുന്ന ബേസ് മോഡലാണ്. ബേസിക് ആയിട്ട് നമുക്കൊരു പ്രീമിയം കാറിൽ ബേസിക് ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സ് മാത്രം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിന് 38.26 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞ് ടൈറ്റേനിയം പ്ലസ് 4/2, അതായത് ഈ സ്പെസിഫിക് വേരിയന്റ്. ഇതിനാണെങ്കിൽ 41,70,000 41. ഇതിന് പനോറമിക് സൺറൂഫ് ഉണ്ട്, ലെതർ ഡാഷ്ബോർഡ് ഉണ്ട്, ഫ്രണ്ട് സെൻസർ ഉണ്ട്, പിന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, അഡ്ജസ്റ്റബിൾ സ്പീഡ് ലിമിറ്റ് ഡിവൈസ്. ഇത് ഓൺ റോഡ് പ്രൈസ് ആണ്. ബട്ടൺ തന്നെ ഉണ്ടല്ലേ, നമ്മൾ ആയാസപ്പെടണം. അതെ അതെ. ഇത് മറ്റേ താഴെ സെൻസർ വരുന്നതാണ്. സെൻസർ ഉണ്ട്.
വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം A to Z അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നു. നല്ല ഡീലിംഗ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇതിനാണ് സൽമാൻ എത്ര അത്യാവശ്യമായിട്ട് സൈറ്റിൽ ഞങ്ങൾ നിൽക്കേണ്ടത്. ഇപ്പൊ ജോലിക്കാരെ വിളിച്ചിട്ട് പറയുന്ന അയാള് പോവാണ്, പൈസ നാളെ വാങ്ങിച്ചോളാം. നമ്മളവിടെ നിന്നിരുന്നെങ്കിൽ അവരും കുറച്ചുകൂടി നേരം അവിടെ നിന്നേനെ. സൽമാൻ വിളിച്ചോണ്ട് വരണ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിത് ഇപ്പൊ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകണം. വണ്ടിയൊക്കെ അടിപൊളി ക്ലാസിക് വണ്ടി കേട്ടാ. ഒരുപാട് അംഗങ്ങൾ എല്ലാവർക്കും, അതുപോലെ എപ്പോഴും ട്രാവൽ ചെയ്യുന്നവർക്കും പറ്റിയ വണ്ടി. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ആഴ്ചത്തെ ട്രിപ്പ് നമ്മുടെ ഈ ഡീലർഷിപ്പ് സ്പോൺസർ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ പോയെടുത്ത് ഹാരി ഫോർഡ്. അത് തന്നെ, ചുമ്മാതല്ല നമ്മളെ നിപ്പിനെ വിളിച്ചോണ്ട് വന്നത് കേട്ടാ. അത് തന്നെ കണ്ടില്ലേ, വണ്ടി എടുക്കുന്നതിന് മുമ്പ് കാണണ്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നു വണ്ടി. ഇപ്പൊ നമ്മളീ പറഞ്ഞ മാതിരി അങ്ങ് വാങ്ങിക്കാനൊന്നും പോണില്ലല്ലോ. വാങ്ങിക്കാനല്ലോ, ഇത് ഇങ്ങനെ നമ്മള് നോക്കിയിട്ടല്ലോ വാങ്ങിക്കുള്ളൂ. അമ്മി ഒരു കാര്യം ശ്രദ്ധിച്ചാ, സൽമാന്റെ ഷർട്ട് എന്തോ നീല എന്റെ അലമാരയിൽ ഞാൻ പറഞ്ഞുതരാം. ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ, റോയൽ ബ്ലൂ, ഇൻഡിഗോ, നാടൻ ബ്ലാക്ക്, ഈ ഷെയ്ഡുള്ള കളേഴ്സ് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ എന്റെ ഷർട്ടിലെ ചെറിയ മൈക്രോ ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. പിന്നെ ഫുൾ കോളർ അല്ലെങ്കിൽ ചൈനീസ് കോളർ, ഫുൾ സ്ലീവ് ആയിരിക്കും എന്റെ ഷർട്ടുകൾ. പറയേണ്ട കാര്യമില്ല. ഏത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുക, എപ്പോഴും ഒരേ ഷർട്ടാണ് ഇട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തമാക്കി ഞാൻ പറഞ്ഞത്. സൽമാൻ എന്നുള്ളതല്ല കേട്ടാ, നമ്മുടെ വീട്ടിലെ നിസാറിക്കയുടെ ഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്ലൂ ഷെയ്ഡ് നിസാറിക്ക ഉപയോഗിക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ നിസാറിക്കടയിലുള്ളത് ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. അതാണ് ഇഷ്ടവും. എന്താണെന്നറിയോ, ബ്ലൂ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കുളിർമയാണ്. കുളിർമയും വിജയത്തിന്റെ ഒരു കളറാണ്. ഞാൻ എവിടെയെങ്കിലും ഇന്റർവ്യൂവിനും ഇതൊക്കെ പോകുമ്പോൾ ഞാൻ ബ്ലൂ ആണ് ഇടുന്നത്. അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ്. അപ്പൊ ഇന്റർവ്യൂ എവിടെയായാലും ഇന്റർവ്യൂ അല്ല, ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബോസുമായിട്ട് സംസാരിക്കാൻ പോകണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അന്ന് ബ്ലൂ ഇട്ടിട്ട് ശീലമായി. അപ്പൊ എനിക്കൊരു വിജയ കളറാണ് എനിക്ക് ബ്ലൂ. അതുപോലെ സമിക്കും ഒരു കളർ അങ്ങനെ പെർമനന്റ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? എനിക്കും അങ്ങനെ പെർമനന്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് ആയിരിക്കും കൂടുതൽ. പക്ഷെ എന്റെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ ഇവിടെ ഇഷ്ടം നോക്കി പോയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു കടയുണ്ട്, സ്ഥിരം പോണ ഒരു കടയുണ്ട്, അവിടെ ഏതാണ് അവൈലബിൾ അതെടുക്കും. അത്രേ ഉള്ളൂ. അവിടെ എനിക്ക് മനസ്സിന് ഇച്ചിരിയെങ്കിലും ഒന്ന് പിടിച്ചത് എടുത്തിട്ട് വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ റയറായിട്ട് മാത്രമേ എന്റെ ഇഷ്ടത്തിനുള്ള ആ ഒരു രീതിയിലുള്ള കളറും ആ ഒരു ഡിസൈനും ആ ഒരു പാറ്റേണും ഒക്കെ എനിക്ക് കിട്ടാറുള്ളൂ. സീരിയൽ നിൽക്കുന്നോണ്ട് കത്തി വയ്ക്കുന്നു. നമുക്ക് ആദ്യം തന്നെ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പുഴുങ്ങി കിട്ടാൻ വേണ്ടി ഞാനിതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാൻ. അപ്പം ഞാൻ ഇത് 5-6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റീമൊക്കെ പോയ ശേഷമാണ് ഇപ്പം ഞാൻ തുറന്നിരിക്കുന്നത്. കേട്ടോ, പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊട്ടറ്റോ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പുഴുങ്ങിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ അയമോദകം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കും. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പിടാനുള്ളത്. നമുക്കിതൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മസാല ചീസ് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ സുൽത്താന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഉണ്ടാക്കുകയാണ്.
സുൽത്താൻ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ, ഇവിടെ ആർക്കും ചോറിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ മാത്രമാണ് ഇവിടെ ചോറ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതിനി ഉണ്ടാക്കിയവർക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനുള്ളത്. ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊന്നും ഒരു അളവും കണക്കൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എത്രയാണോ അതിനനുസരിച്ച് ഇടാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പ് കടലമാവ് വരും. ഈ കടലമാവിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച മുളക്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇത്രയും മതി. ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു കുറുകിയ പരുവത്തിൽ കലക്കിയെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കളയരുത് കേട്ടോ, എങ്കിലും അത് ശരിയാകത്തില്ല. കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണേ. നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ പറയുമ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വെക്കാം, മുട്ട ഉണ്ടെങ്കിൽ മുട്ട വെക്കാം, ഒന്നുമില്ലെങ്കിൽ മീനുണ്ടെങ്കിൽ മീൻ വെക്കാം. ഏത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് വെക്കാം. കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാനേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കലക്കിയെടുക്കാനുള്ള. കടലമാവാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ്. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കും. ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്താൽ ശരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ മൊസറല്ല ചീസ് അത് ഇനി ഇതുപോലെ വെച്ച് കൊടുക്കാം. ചീസ് ഓപ്ഷണലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ബ്രെഡ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണം. നമ്മളുടെ ഈ ഒരു ബാറ്ററിലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തിട്ട് ഇത് കവർ ചെയ്യാം. അപ്പോൾ ശരിക്കും അതവിടെ സ്റ്റിക്കായി നിൽക്കും. അതിനെയാണ് ഞാൻ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബാറ്ററിലേക്ക് മുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചു കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇത് സോഗിയാവും കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ചൂടാണ് എണ്ണ. ചൂടാണ്ടിട്ട് കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കും. നല്ല ചൂടായ ശേഷം നമ്മൾ ഇതുപോലെ ഇടുകയാണെങ്കിൽ എണ്ണ കുടിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഈ ചൂട് എണ്ണയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ചീസ് പെട്ടെന്ന് അതിലേക്ക് മെൽറ്റാവും. എണ്ണയുടെ ചൂട് പ്രധാനമാണ് കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്രയും മതിയാവും. എണ്ണ കുടിക്കോ ഒന്നുമില്ല കേട്ടോ. നല്ല ഒരു ബ്രെഡ് പക്കോടയാണിത്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെർവ് ചെയ്യാം കേട്ടോ. കണ്ടോ, ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കത്തി കൊണ്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വലിഞ്ഞു വരാത്തത്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഫിലിം കണ്ണീർ നല്ല അടിപൊളി ടേസ്റ്റ്. ആ ചീസ് ഇട്ടല്ലേ അമ്മ? ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം ഉമ്മ ഉണ്ടാക്കിയപ്പോ മറ്റേ ചിക്കൻ അല്ലേ ഇട്ട, ഇതോളാം പൊട്ടറ്റോ ഒക്കെ അടിപൊളി ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്ക്.
അപ്പൊ ഇപ്പോ ഞാൻ നിസാർക്കായും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ്. വൈകുന്നേരം 6:45 മണിയാണ്. പക്ഷെ നല്ല ഇരുട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമുക്ക് വരുന്ന ആഴ്ചയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. വരുന്ന ആഴ്ചയെന്ന് പറയുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞ ശേഷം അല്ലേ. അപ്പോ എനിക്ക് ഇട്ട ഡ്രസ്സ് എന്നെ ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ പോവാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പഴയ ഡ്രസ്സ് തന്നെ ഇടും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നിറച്ചു പൊടിയാണ് കേട്ടോ. കാരണം കുറേ ദിവസമായി കാർ എടുത്തിട്ട്. അപ്പൊ നിസാറിക്ക് സൽമാനെയും സുൽത്താനെയൊക്കെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു വണ്ടി കഴുകാത്തതിന്. പക്ഷെ അവരുടെ ഓൺലൈൻ ക്ലാസ്സും തിരക്കും ഒക്കെ കൊണ്ടാണ്, പിന്നെ മടി കൊണ്ട് വണ്ടി കഴുകിയിട്ടില്ല. എന്തായാലും ഇൻഷാല്ലാ നാളെ പറ്റൂ. നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഫ്ലാറ്റ്. അപ്പൊ എനിക്ക് ഒരു സമയത്ത് ഫ്ലാറ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതൊരു ഫാന്റസി പോലെ ആയിരുന്നു. അത് എല്ലാ ഫ്ലാറ്റും അല്ല, ചില നല്ല പോഷ് ഫ്ലാറ്റ് കാണുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴും നിസാറിക്കൊക്കെ ഫ്ലാറ്റിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടാ. നിസാറിക്ക് പറയും ഫ്ലാറ്റ് ഒന്നും വേണ്ട, അതൊന്നും. അത് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്കൊരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളതായിട്ടുള്ള ഒരു വീട് പണില്ലേ? ഓക്കെ, 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളെ രീതിയിൽ ഒരു പ്ലാൻ വരച്ച് അതിൽ വീട് വെച്ച് അതിൽ താമസിക്കുന്നതിന്റെ സുഖം വേറെയാണ്. ഒരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മറ്റേ അതല്ല. നമുക്കിപ്പം അതിലൊരു ലിമിറ്റഡ് സ്വാതന്ത്ര്യമേ ഉള്ളൂ. പക്ഷെ വേറെ കാര്യമുണ്ട്, പിന്നെ ഒരു സൊസൈറ്റി ലൈഫ് കിട്ടും. എല്ലാവരും എല്ലാ നിലയിലും ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള ആൾക്കാർ. അതൊക്കെ പിന്നെ സ്വിമ്മിംഗ് പൂള്, ചിലപ്പം ഗാർഡ്, അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു പ്രൈവസിയോ അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു ഇതില്ല. എനിക്ക് ഇഷ്ടമല്ല 1%. ഫ്ലാറ്റ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഫ്ലാറ്റ് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അത് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താണെന്ന് കൂടി. എനിക്ക് അതൊരു ഫാന്റസി ആയിട്ട് ഒരു കാലത്ത് തോന്നിയിരുന്നു കേട്ടോ. പ്രായമാകുമ്പോ ചിലപ്പം ഗുണം ഉണ്ടാവും. നമ്മൾ ആരും ഇല്ല, മക്കളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ താമസിക്കുമ്പോ ചിലപ്പോ ഫ്ലാറ്റ് ഒരു സൗകര്യം ഉണ്ടാവും. അല്ല, അങ്ങനെ ഉള്ളപ്പോഴും എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു വീടുണ്ടെങ്കിൽ ഒരു ജോലിക്കാരി നിർത്തിയാൽ പോലും. മറ്റേ അതല്ല, ജോലിക്കാരി അവിടെയും വെക്കാം. പക്ഷെ നമുക്കൊരു എപ്പോഴും ഒരു ഗാർഡ് പോലെ ആൾക്കാരുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുണ്ട്. അത് ആൾക്കാർ എന്തെങ്കിലും സാധനം വാങ്ങി തരണമെങ്കിൽ ആളുണ്ട്. പൈപ്പ് കേടായി കഴിഞ്ഞാൽ അപ്പോഴും അവർ വരാൻ ആളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കൊരു വീട്ടിലൊരു ടാപ്പ് ചീത്തയായി കഴിഞ്ഞാൽ ഒരാളെ വിളിക്കാനും പ്രായമാകുമ്പോഴുള്ള കാര്യം പറയുവാണ്. മറ്റേ അതല്ല, അവിടെ തന്നെ മെയിൻ്റെനൻസ് ടീം ഉണ്ടാവും. നമുക്ക് അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ ഞാനത് പിന്നീട് ഇവിടെ നാട്ടിൽ വന്ന ശേഷം ഞാൻ ഇവിടെ തന്നെ നമ്മളിങ്ങനെ പോണ വഴിയിലൊക്കെ ഫ്ലാറ്റ് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ്. എന്ത് രസമുണ്ട് ആ ബിൽഡിംഗ്, പ്രത്യേകിച്ച് ഈ പൊക്കത്തിലുള്ള ബിൽഡിംഗ് ഒക്കെ കാണുമ്പോഴാണ് ആ ഒരു എന്ത് പറയാ ഒരു കൊതി തോന്നിയിരുന്നത്. യാഥാർത്ഥ്യത്തോട് അടുത്ത് വന്നപ്പോ മനസ്സിലായി ഫ്ലാറ്റ് എന്ന് പറയണത് അത്ര ഒരു സുഖകരം. എനിക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ ഓരോ കാര്യങ്ങൾ. അത്ര ഒരു സുഖമല്ല. അതിനേക്കാളും സർക്ക പറയുമ്പോൾ ഒരു 5 സെന്റ് അല്ലെങ്കിൽ 4 സെന്റ് 3 സെന്റ് ഉള്ള സ്ഥലമാണെങ്കിലും അതിൽ സ്വന്തമായിട്ടൊരു വീട്, ചെറിയൊരു വീടാണെങ്കിൽ അത് തന്നെയാണ് ഹയർ. മാത്രമല്ല സമയം ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴേ ഈ ഫ്ലാറ്റിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ഗൾഫിലിരുന്ന ആ ഒരു സമയത്തൊക്കെയാണ് നാട്ടിൽ വന്നു കഴിയുമ്പോ ഈ ഫ്ലാറ്റ് കാണുമ്പോ ഒരു ഫാന്റസി തോന്നിയിരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ എനിക്ക് ഫാന്റസി തോന്നിയിരുന്ന അതേ ഫ്ലാറ്റുകളുടെ അവസ്ഥ ഇന്നിപ്പോ ഞാൻ കാണുന്നുണ്ട്. കാരണം പെയിന്റിങ്ങോ ഒന്നുമില്ല, വേണ്ട രീതിയിലുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. അതൊക്കെ കാണുമ്പോ തോന്നും ആ വീട് തന്നെ കൊള്ളാം. കാരണം തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ടാവും. ഒരു ഫ്ലാറ്റ് ജീവിതം എന്ന് പറയുമ്പോ നമ്മളൊക്കെ ഗൾഫിലായിരിക്കുമ്പോഴും അനുഭവിച്ചതാണ്. പോഷ് ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോ അപ്പുറം ഇപ്പുറം ഉള്ളവരുമായിട്ടൊന്നും യാതൊരു ആരും സഹകരിക്കത്തില്ല, പോഷേ കാണത്തുള്ളൂ. പക്ഷേ ഒരു സാധാരണക്കാരുടെ അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണം ഉള്ളവരായിരിക്കും. അപ്പോ അതൊക്കെ ശരിക്കും വ്യത്യാസമുള്ള കാര്യമാണ്. അപ്പുറത്ത് ആരാണ് താമസിക്കുന്നത് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത രീതിയിലായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മള് താമസിക്കുന്ന ഫ്ലോറിൽ അപ്പുറത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അറിയത്തില്ലായിരിക്കും. അവരൊരു അറിയത്തില്ല അത് ആരാണെന്ന്. ലിഫ്റ്റിലും എല്ലാം കണ്ടാലായി എന്ന് പറയുമ്പം അത് അത്ര സേഫ് അല്ല. പിന്നെ ചിലപ്പം ചില ഫ്ലാറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ലൈറ്റ് ഒന്നും കാണത്തില്ല രാത്രി. അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചിലപ്പോ നമ്മളെ ഫ്ലോറിൽ ചിലപ്പോ ഒരു ഫ്ലോറിൽ മാത്രമേ ആള് കാണത്തുള്ളൂ. ബാക്കി 3 ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലേ അതിൽ ആൾക്കാരുണ്ടാവൂല. അവരൊക്കെ പുറത്തുള്ളവരായിരിക്കും, വാങ്ങി ഇട്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അബദ്ധം പറ്റിയ പോലെ ആയിപ്പോ നമ്മള് മാത്രമായിപ്പോ ആ ഫ്ലോറിൽ.
പലതും ഉണ്ട്. നമ്മളിപ്പോ കാണുന്ന പോലെ ഒന്നുമല്ല. അതിനായിട്ട് ഏറ്റവും നല്ലത് നല്ലൊരു കോളനിയില്, നല്ലൊരു നഗറില് ഒരു 5 സെന്റ് അല്ല, നഗറില്ലാത്തവരിപ്പൊ ഇപ്പൊ അവരൊരു വില്ലേജിലാണെങ്കിൽ പോലും അവർക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ, കുറഞ്ഞ സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും അതില് വീട് വെക്കുന്നതാണ്. നമുക്ക് ഓൾട്രേഷൻ വരുത്താം, ഇടിച്ചു കളയാൻ, മറ്റേതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവരെ പെർമിഷൻ ഇല്ലാതെ ഒന്നും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ സിറ്റിയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാവോ, 2 സെന്റില് വരെ വീട് ഉള്ളവരുണ്ട്. കാരണം ഇപ്പം കുറച്ച് ഉള്ളിലേക്കൊക്കെ ഉള്ളവർക്ക് അത് പറയുമ്പോ ചിലപ്പോ അതിശയം തോന്നിയിട്ടുണ്ട്, 2 സെന്റില് വീടോ എന്നൊക്കെ. കാരണം സിറ്റി ലൈഫിൽ ഇനിയുള്ള വരുന്ന കാലങ്ങളിലേക്ക് ഇനി അതും കിട്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് അല്ലേ. എല്ലാവരും വാങ്ങി ഇത് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ മക്കളുടെ കഴിഞ്ഞ അടുത്ത ജനറേഷൻ ആവുമ്പോ എന്തായിരിക്കും അവരുടെയൊക്കെ ഫ്യൂച്ചർ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടാ. എന്നുവെച്ചാ എന്റെ മക്കളുടെ കാര്യം എന്നല്ല പറഞ്ഞത്, പൊതുവെ ആ ഒരു 2 തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആ ഒരു ജനറേഷൻ. സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുകയാണ്, കാണിച്ചില്ല എന്ന് ഇനി പരാതിയൊന്നും പറഞ്ഞു കളയരുത്. ഇന്നാളാരോ നമ്മൾ ഇതുവഴി പോയിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞ്. വണ്ടിയിലെ പൊടി കാരണമാണ് ഞാൻ അത്രയും ഇങ്ങനെ ക്യാമറ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്ത കേട്ടാ. എന്തായാലും കാണിച്ചു തരാം, നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ സെക്രട്ടേറിയറ്റ് എത്തി. രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതേ നമ്മള് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. എന്റെ അടുത്ത് പലരും ചോദിക്കത്തില്ലേ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഇപ്പൊ വെസ്റ്റ് സൈഡിൽ കയറി നോക്കും, അവിടെ കിട്ടിയില്ലെങ്കിൽ മാക്സിൽ വെക്കും. ഇനിയിപ്പോ ഏത് ഷോപ്പിൽ ചെന്നാലും ഇതുപോലെ ക്രിസ്മസ് ലൈറ്റ് ഒക്കെ ആയിട്ട് വരും. ഇവിടെ നിന്ന് എനിക്കുള്ള ഡ്രസ്സ് കിട്ടി. പിന്നെ ഇനിയിപ്പോ നേരെ മാക്സിലേക്ക് പോവാൻ, നിസാർക്കാക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം എത്രയായി? ഏകദേശം 8:45. 8:45 ഒരു 10:30 ലുക്ക് ഉണ്ടല്ലേ. പക്ഷെ നമ്മളെ കടയിൽ നിന്ന് ഇറക്കിക്കാണ് ചെയ്തത് അല്ലേ. 9 മണി വരെ കടയുള്ളൂ. അതുകൊണ്ട് അവരിപ്പോഴേ ഇറക്കിയാലേ 9 മണിക്ക് അവർക്ക് ഷട്ടർ ഇടാൻ പറ്റും. ഇന്നലെ പോത്തീസി പോയപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ രാത്രിയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പേഴ്സണൽ കാര്യങ്ങളൊക്കെ രാത്രിയാണ്. മ്യൂസിയം കണ്ട, മ്യൂസിയത്ത് നടക്കുന്നവരുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് അതിൻ്റെ അകത്ത് കാണാൻ. ഈ ഒരു സമയത്തൊക്കെ അതിനുള്ളിൽ കൂടെ നടക്കാൻ നല്ല രസമായിരിക്കും. ചെറിയ ഇളം കാറ്റടിച്ച് അല്ലേ, നല്ല റിലാക്സ് ചെയ്ത്. ഇതേ കണ്ടോ, മ്യൂസിയത്ത് വന്നിരിക്കുന്നവരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നതൊക്കെ. ഈ പാർക്ക് ചെയ്തിരിക്കുന്ന ഒക്കെ അതാണ് കണ്ടോ. അതിൻ്റെ അകത്തും കൊണ്ട് നല്ല തിരക്ക്. ഇതൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് ഇങ്ങനെ ഇത്ര ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ എനിക്ക് തോന്നും മറ്റൊരു ആക്സിഡന്റും കൂടി ഉണ്ടാവും അല്ലേ. കാരണം നമ്മൾ വല്ലാതെ ഭയപ്പെടും. ഒരുപാട് ഇതുപോലെ വോയിസ് കൂട്ടുമ്പോഴേക്കും നമുക്ക് വെപ്രാളമാണ്. ഓടിക്കുന്നവർക്ക് അത് അറിയാമായിരിക്കും. നമുക്ക് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെപ്രാളം നമ്മളിലുണ്ടാവും. അപ്പൊ എന്ത് പറ്റും, അവര് നല്ല സ്പീഡും ആയിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങനെ ചിന്തിക്കുമ്പം കുറച്ച് ഈ പറഞ്ഞ മാതിരി അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. അടുത്തിനി നമുക്ക് നല്ല എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.